ക്രിസ്ത്യാനിയുടെ പ്രശംസയായ ക്രൂശിന്റെ വചനം പ്രശംസയായി മാറാനുള്ള 12 തെളിവുകൾ നാം കഴിഞ്ഞ ദിവസങ്ങൾ ധ്യാനിച്ചു. നമ്മുടെ പ്രശംസയാകാനുള്ള ഒന്നാമത്തെ കാരണം നീതിയും കരുണയും തമ്മിൽ ചുംബിച്ച വേദിയാണ് കാൽവറി ക്രൂശ്. 2, നമ്മുടെ സാക്ഷാൽ രോഗങ്ങളെ വഹിച്ച ഇടമാണ്, വേദനകളെ ചുമന്ന ഇടമാണ് കാൽവറി ക്രൂശ്. 3, എനിക്ക് പുത്രത്വം ലഭിച്ചത് ക്രൂശിന്റെ വചനത്താലാണ്. 4, എനിക്ക് നിത്യജീവൻ ലഭ്യമായത് ക്രൂശിന്റെ വചനത്താലാണ്. 5, എൻ്റെ എനിക്ക് വേണ്ടിയുള്ള സമ്പൂർണ്ണ രക്ഷണ്യ പ്രവൃത്തി നടന്ന ഇടം കാൽവറി ക്രൂശാണ്. 6, എന്നെ ജയാളിയാക്കി മാറ്റിയ ഇടം കാൽവറി ക്രൂശാണ്. സ്തോത്രം. 7, എന്നെ പുതിയ മനുഷ്യനാക്കി തീർത്ത ഇടം കാൽവറി ക്രൂശാണ്. 8, എന്റെ സമാധാനത്തിന് വേണ്ടിയുള്ള ശിക്ഷ അനുഭവിച്ച, അഥവാ എന്റെ സമാധാനത്തിന്റെ ആധാരം ക്രൂശിന്റെ വചനമാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കരയേറ്റാം. 9, എന്റെ പ്രത്യാശയുടെ ആധാരം ക്രൂശിന്റെ വചനമാണ്. അതാണ് ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത്, സുവിശേഷത്തിന്റെ പ്രത്യാശ. ഇനി അതിന്റെ ഒന്നാമത്തെ ഭാഗം വായിച്ചാലും, കുറിവാക്യം, ആകാശത്തിന് കീഴേ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചു. ആകാശത്തിന്റെ കീഴേ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചു. അടുത്തത്, ഞാന് ശുശ്രൂഷകനായി മാറിയത് ഈ സുവിശേഷം പ്രസംഗിച്ചാണെന്ന് ശ്ലീഹാ പൗലോസ് പറയുന്നു. ഇനി അടുത്തത്, കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശ. അപ്പോൾ സുവിശേഷത്തിന്റെ പ്രത്യാശ വചനം ആകാശത്തിന്റെ കീഴിലുള്ള സകല സൃഷ്ടികളുടെയും മുമ്പിൽ ഘോഷിക്കപ്പെട്ടതാണ്. എന്താണ് ഈ സുവിശേഷത്തിനകത്തെ പ്രത്യാശ എന്ന ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകും. അതിൻ്റെ ഉത്തരം നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാവുന്ന വാക്യം, ചിലപ്പോൾ റെഫറൻസ് മറന്നുപോയ വാക്യം. സ്തോത്രം. ശ്ലീഹാ പൗലോസ് നിജപുത്രനായ തിമത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം അറിയാവുന്നവരൊന്ന് ചേർന്ന് പറഞ്ഞോ. ഡിസ്പ്ലേയിലും കൂടെ വരുന്നുണ്ടല്ലോ, പറഞ്ഞോ, വായിച്ചോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ, മരിച്ചെന്ന് പറഞ്ഞ് തീർന്നില്ല. ജനിച്ചു, മരിച്ചു, ഉയർത്തു. യേശുവിന്റെ ജനനം, മരണം, ഉയർപ്പ്, ഈ 3 ഘടകങ്ങൾ ഉള്ളതാണ് ഫുൾ ഗോസ്പൽ. അല്ലാത്തത് ഹാഫ് ഗോസ്പലാണ്. പറയുന്നത് മനസ്സിലാകുന്നു? സ്തോത്രം. യേശു മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും പ്രസംഗം നിർത്താറില്ല. നിർത്താറുണ്ടോ? സ്തോത്രം. മരിച്ചുപോയവരുടെ കൂട്ടത്തിൽ ഒരാളല്ല യേശു. മരിച്ചു, എന്നാൽ തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. ഇത് പറയുമ്പോൾ ഉണ്ടല്ലോ, രക്ഷിക്കപ്പെട്ടവർക്കുള്ളിലൊക്കെ ഉയർത്തു എന്ന് പറയുമ്പോൾ ഉയർത്തു, അങ്ങനല്ല. ഒരു പ്രത്യേക ഊർജമില്ലേ വാക്കിന്? ഒരു ഗംഭീര ധ്വനിയില്ലേ വാക്കിന്? കുറച്ച് ശക്തിയില്ലേ റിസ്ട്രക്ഷൻ എന്നുള്ള വാക്കിന്? പുനരുദ്ധാനം എന്ന വാക്കിന് കുറച്ചും കൂടെ ഒരു പവർ ഇല്ലേ? ആമേൻ. അതിന് കാരണം എന്താണെന്നറിയാം? അത് പറയുമ്പോൾ ശരിക്കും രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ ഉയർത്തു എന്ന് പറയുമുണ്ടല്ലോ, സ്തോത്രം, അവനിൽ ആപാത ചൂടം എന്താണ് പറയുന്നത്? അടിതൊട്ട് മുടി വരെ ഒരു പ്രത്യേക വൈകാര്യമായ തലത്തിലേക്ക് അവൻ മാറും ഉയർത്തു എന്ന് പറയുമ്പോൾ. അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? യേശു ഉയർത്തതുപോലെ ഒരു നാളിൽ ക്രിസ്തുവിൽ മരിക്കുന്ന നാം ഉയർക്കും. അല്ല, ആമേൻ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ആത്മാവിൻ്റെ ശക്തിയാൽ ജീവനോടെ നാം ശേഷിക്കുകയാണെങ്കിൽ രൂപാന്തരപ്പെടും. അതുകൊണ്ട് സുവിശേഷമാണ് നമ്മുടെ പ്രത്യാശ. സന്തോഷത്തോടൊന്ന് സ്തോത്രം ചെയ്യാം.
അതിനകത്തെ ഉയർപ്പെന്ന് പറയുമ്പോൾ അത് എന്നെ അങ്ങ് ടച്ച് ചെയ്യുകയാണ്. മാത്രമല്ല എൻ്റെ ശരീരത്തെ ആ വാക്കങ്ങൾ പിടിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഉയർപ്പിൻ്റെ ശക്തിയാൽ രൂപാന്തരമോ പുനരുദ്ധാനമോ പ്രാപിപ്പാൻ ഉള്ളവനാണ് ഞാൻ എന്ന പ്രത്യാശയോടെ പറയാൻ എത്ര പേർക്ക് ഈ ആരാധനയ്ക്കകത്തിരുന്ന് പറയാൻ പറ്റും? ഒന്ന് വിശ്വാസത്തോടെ പറയാൻ പറ്റുമോ? ഈ വാക്കൊന്ന് വാതുറന്ന് പറ. ഈ സായിപ്പ് പഠിപ്പിച്ച 5-6 ഇംഗ്ലീഷ് മാത്രമാണ് നമ്മൾ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഗ്ലോറി ടു ഗോഡ്, വിക്ടറി, കാൽവറി. പലർക്കും അതിൻ്റെ അർത്ഥം അറിയത്തില്ല. പണ്ട് ഇവിടെ മിഷണറിമാർ വന്ന് സായിപ്പ് ഇടയ്ക്ക് വാക്ക് കിട്ടാതിരുന്നപ്പം പറഞ്ഞത് നമ്മളും ഇടയ്ക്ക് അതുപോലെ എന്ത് ചെയ്യുക. ഹല്ലേലൂയ സ്തോത്രമൊന്നും പറയേണ്ടതല്ല ഞാൻ പറഞ്ഞത്. സ്തോത്രം. നമുക്ക് ഈ വാക്കും കൂടെ ഒന്ന് പറയാം. ഏതാണ്? ഹല്ലേലൂയ. ഉയർപ്പിന്റെ ശക്തിയാൽ ആമേൻ എനിക്കൊരു പ്രത്യാശയുണ്ട്. ഈ ഉയർപ്പിന്റെ ശക്തിയാൽ എനിക്ക് രൂപാന്തരമോ പുനരുദ്ധാനമോ ഉണ്ട്. അതാണ് എൻ്റെ പ്രത്യാശ. ഹല്ലേലൂയ. നമ്മളിൽ ഭൂരിപക്ഷ ആളുകൾ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് മുടി ചീകിയവരും ഒരുങ്ങിയവരും കുഴപ്പമില്ല, ഇന്നത്തെ യോഗത്തിന് എന്നാൽ കൊള്ളാം എന്നൊക്കെ ഒന്ന് തിട്ടപ്പെടുത്തിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളുകളാണ് ഭൂരിപക്ഷം. അല്ലാതുള്ളവരും ഉണ്ടാകുമായിരിക്കും. ഞാൻ കുഴപ്പമില്ലെന്ന് മനസ്സിലങ്ങ് നിശ്ചയിച്ച് വന്നവരും കണ്ടേക്കാം. എന്തായാലും കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്ന പാവമാണെന്നൊന്നും ഞാൻ എന്ത് ചെയ്യത്തില്ല, പ്രസംഗിക്കത്തില്ല. മുടി ചീകുന്ന പാവമാണെന്നൊന്നും ഞാൻ പറയത്തില്ല. സ്തോത്രം. എന്താ സുവിശേഷം? യേശു കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സന്ദേശം അതിനകത്തുണ്ട്. 2, ആമേൻ, സുവിശേഷത്തിൻ്റെ പ്രത്യാശ എങ്ങനെയാണ് പുറമറ്റത്തുള്ള രക്ഷിക്കപ്പെട്ട നമുക്ക് കിട്ടിയത്? വാക്യം എടുക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വായിച്ചു. ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി, ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി. യേശു ദേഹമെന്ന തിരശ്ശീല കൂടെ പുതുവഴി തുറന്ന വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് നൽകി. മനസ്സുകൊണ്ട് നമ്മൾ കയറിക്കഴിഞ്ഞു. ഇനി നമ്മൾ പുനരുദ്ധാന ശരീരം കൊണ്ട് അങ്ങോട്ട് കയറാൻ പോകുന്നവരാണ്. അതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ പ്രത്യാശ കിട്ടിയത്? തൻ്റെ ദേഹമെന്ന തിരശീല 2ആയി ചീന്തിയപ്പോൾ അതിനകത്തൂടെ നമുക്ക് ലഭിച്ച പ്രത്യാശയാണ് ഈ പ്രത്യാശ. ദേഹമെന്ന തിരശീല എവിടെ വെച്ചാണ് കീറിയത്? പുറമറ്റംകാരെ വരുവിൻ, എൻ്റെ കേൾവിക്കാരെ, ശ്രോതാക്കളെ വരുവിൻ, കാൽവറി മലമുകളിലേക്ക്. കുരിശുമരത്തിൽ ഇരുകള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ മേൽ കിടക്കുന്ന യേശുവിനെ ഒന്ന് കാണാം. സ്തോത്രം, സ്തോത്രം. ആ യേശുവിൻ്റെ ദേഹമെന്ന തിരശ്ശീല 2ആയി ചീന്തതിൻ്റെ ഉള്ളിലൂടെ കയറും നോക്കുമ്പോൾ നമുക്ക് പ്രത്യാശിക്കാനുള്ള വകയുണ്ട്. സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ എനിക്ക് കിട്ടിയ പ്രത്യാശയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ ദേഹമെന്ന തിരശ്ശീല കീറുന്നതിന് മുന്നമേ നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയാവോ? എഫെസ്യ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? എഫെസ്യ ലേഖനം 2:12 വായിച്ചോ. ഇതെന്തിനാ ഈ വാക്യം കൂടുതൽ വായിക്കുന്നതെന്ന് ചോദിച്ചാൽ, വാക്യം ഇട്ട് അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. ഇത് എൻ്റെ വാക്കല്ല, വചനമാണ്. ഞാൻ വേണമെങ്കിൽ എൻ്റെ ബാസ് ഒന്നും കൂടെ കൂട്ടിത്താ സഹോദരാന്ന് പറഞ്ഞാൽ കൂട്ടിത്തരും. അവിടെ അങ്ങനെ ബാസ് കൊണ്ടല്ല ഞാനിവിടെ സ്ഥാപിക്കുന്നത്. സ്വോത്രം. വാക്യമിട്ട് അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. എന്തേലും പിണങ്ങാനുണ്ടെങ്കിൽ പൗലോസിനോട് പോയി ചോദിക്കുക. പൗലോസാണ് എഴുതിയത്. പിന്നെ ഇതിൻ്റെ ആത്മാവ് കർത്താവാ, പോയി ചോദിക്കണം. വായിച്ചോ വാക്യം. ആ കാലത്തെ എഫെസോസിലുള്ള നിങ്ങൾ, നമുക്കിങ്ങനെ എടുക്കാം, പുറമറ്റത്തുള്ള നമ്മൾ ക്രിസ്തുവിനെ കൂടാതുള്ളവരായിരുന്നു, സംബന്ധമില്ലാത്തവരായിരുന്നു, വാഗ്ദത്തത്തിന് നിയമങ്ങൾക്ക് അന്യരായിരുന്നു. ഒറ്റ വാഗ്ദത്തവും ഈ പുസ്തകത്തിൽ ഒത്തിരി പഴയ നിയമം, ഓൾഡ് ടെസ്റ്റ്മെന്റിൽ വാഗ്ദത്തങ്ങളുണ്ട്. ഒരെണ്ണം പ്രാപിക്കാൻ നമ്മൾ അവകാശപ്പെട്ടവരല്ലായിരുന്നു. അടുത്തതാ
അവിടുത്തെ വാക്കേതാണ്? പ്രത്യാശയില്ലാത്തവരായിരുന്നു. പ്രത്യാശയില്ലാത്തവരായിരുന്നു ആര്? നമ്മള്. ക്രിസ്തുവിൽ വന്നപ്പോൾ നമുക്ക് പ്രത്യാശ കിട്ടി. അപ്പൊ ഈ പ്രത്യാശയില്ലാത്ത അവസ്ഥ എന്താണ്? അതിൻ്റെ ഉത്തരം പൗലോസ് തന്നെ തെസ്സലോനിക്കയിലുള്ള ദൈവസഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഒരു പ്രയോഗം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിക്കാമോ? സഹോദരന്മാരെ, നിങ്ങൾ അപ്പൊ ഏത് ദുഃഖമാണിത്? മരിച്ചു പോകുമെന്നുള്ള ദുഃഖം പലർക്കും ഉണ്ട്. ഈ വലിയ മിടുക്കന്മാരോട് നമ്മൾ മരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവര് പമ്മും. ഈ പെന്തക്കോസുകാരാണെങ്കിൽ തന്നെ വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടെയാണെന്നൊക്കെ പറഞ്ഞ് വൈപ്പർ അടിച്ച് കൺവെൻഷനൊക്കെ അടിക്കുമെങ്കിലും അന്ന് രാത്രി കർത്താവ് പറയാണ്, മോനെ ഇങ്ങ് പോരെന്ന് പറഞ്ഞാൽ പോരാതിരിക്കാൻ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, അത് ബന്ധനമാണെന്ന് പറയുകയും ചെയ്യും. മരണദൂതനെ ഞാൻ ശാസിക്കാൻ ഫൽസിക്കാൻ 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തുകയും ചെയ്യും. സ്തോത്രം, ഹല്ലേലൂയ. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ, ആ പ്രയോഗം ഒന്ന് ശ്രദ്ധിച്ച്, മറ്റുള്ളവർ, അതിൽപ്പെട്ടവരായിരുന്നു നമ്മൾ. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർക്ക് ചത്തുപോകുമെന്നുള്ള ഭയങ്കര പേടിയാണ്. അവരുടെ ദുഃഖം എന്താണെന്നറിയാവോ? കഴിഞ്ഞു, തീർന്നു. സ്തോത്രം. പ്രത്യാശയുള്ള നമ്മളോ? 1 തെസ്സലോനിക്കർ 4:16 കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരുന്ന ഉയർപ്പിന്റെ പൊൻപുലരിയിൽ സകല മരണപാശങ്ങളെയും അഴിച്ച് യേശു വെളിയിൽ വന്നതുപോലെ അവൻ ഞാൻ ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കും. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. ഉഡമന ഹദന രമന്ധന ശബന രാധനാദിയ അടഗ ചനഗടഗ ശസിയ. പ്രിയരൊന്ന് ശ്രദ്ധിച്ചേ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർക്ക് ദുഃഖ. എന്താ? വലിയ വീടുണ്ട്, കാറുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, മക്കളെല്ലാം വിദേശത്തിലാണ്. ഈ മോഡലുള്ള പഴയ നിയമത്തിൽ പഴയ ഒരു മനുഷ്യൻ കളപ്പുരയിലെല്ലാം കൂട്ടി വെച്ചേച്ച് അവൻ പറഞ്ഞു, തിന്നുക, മടമടാന്ന് കുട്ടിക്കുക, പിന്നെ എന്ത് ചെയ്യ, നമുക്കെല്ലാം കൂടെ വട്ടത്തിൽ കൈപിടിച്ച് ചാടാം, ആനന്ദിക്കാം. അന്നേരം സ്വത്രം ഒട്ടയോടൊരു വിളി, റവറന്റ് എന്നല്ല വിളിച്ചത്, മോസ്റ്റ് റവറന്റ് എന്നല്ല വിളിച്ചത്, നീട്ടി വിളിച്ചു, മൂടാ. ഒരു ചിന്തകൻ പറഞ്ഞത് അവൻ ആ വിളിയുടെ ഗാംഭീര്യത്തിൽ അവിടെ നിന്നുകൊണ്ട് എന്തോ ഒന്ന് വിളി കേട്ടെന്നാ. നീ ഇങ്ങനെ കൂട്ടി വച്ചിട്ടില്ലേ, അതെല്ലാം ആർക്കാകുന്നു? ഈ ചോദ്യം ഒന്ന് ഉയരട്ടെ. കുമ്പനാടും പരിസരത്തും ഇത് ഉയരേണ്ടതാണ്. ഇത് പുറമറ്റം സഭയെ മാത്രം ഉയരേണ്ടതല്ല, കുമ്പനാട് കവല നിന്ന് ചോദിക്കേണ്ടതാണ്. അവൻ നീ കൂട്ടി വച്ചിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ബാങ്കിന്റെ ബ്രാഞ്ചുകളുള്ള സ്ഥലമല്ലേ, അവിടെ നിന്നുകൊണ്ട് ചോദിക്കേണ്ട ചോദ്യമാണ്, നീ കൂട്ടി വച്ചിരിക്കുന്നത്. ഇപ്പൊ ചിന്തിച്ചോണം, കൂട്ടി വെച്ചത് ആരെങ്കിലും നമ്മുടെ ഇവിടെ സാധിക്കും. ഇടുക്കമുള്ളവരും ഞെരുക്കമുള്ളവരും ദാവീദിന്റെ കൂടെ ഉള്ളവരെ പോലുള്ളവരാണ് നമ്മുടെ കൂടെയുള്ള ബഹുഭൂരിപക്ഷം ദൈവമക്കൾ. ദൈവം എന്നാലും നമുക്ക് രക്ഷയും സന്തോഷവും ആനന്ദവും ഉണ്ട്. എന്നാൽ കൂട്ടി വെച്ചിരിക്കുന്നവര് സ്തോത്രം അത് ചിന്തിച്ചില്ലെങ്കിലുണ്ടല്ലോ, ആ കൂനയോടുകൂടെ ബാങ്ക് അടിച്ചോണ്ട് പോവും. ഒത്തിരി കൊണ്ടുപോകും. അപ്പൊ കൂട്ടി വെച്ചിരിക്കുന്നത് ആർക്കാകുന്നു? ഡയറി എഴുതുന്നവരെ ഇന്ന് വീട്ടിൽ ചെന്നൊന്ന് എഴുതണം. ആർക്കാകുന്നു? പിന്നെ ഒരു എക്കോ മനസ്സിനകത്ത് ഇങ്ങനെ ഇവരോട് ഡിലേ ഇടാൻ പറഞ്ഞ് വേണ്ട ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം ഇങ്ങനെ നമ്മുടെ എക്കോ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് മൂന്നാറിൽ. അവിടെ പോയി കൂകിയാൽ ആരോ തിരിച്ചു കൂകുന്ന പോലെ ഇരിക്കും. ഇതുപോലെ മനസ്സിനകത്ത് മുഴങ്ങണം, ആർക്കാകുന്നു? ആർക്കാകുന്നു?
സ്വത്രം. ഹല്ലേലൂയ. എന്നാൽ ഒന്ന് മനസ്സിലാക്കുവിൻ പ്രിയരെ, രക്ഷിക്കപ്പെട്ട ദൈവ പൈതലൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ എന്തെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരുടെ അവസ്ഥയല്ല. നമ്മുടെ പ്രത്യാശ മരണത്തിനപ്പുറത്തേക്ക്, നാളെയുടെ നീളയിലേക്ക് നീണ്ടു കിടക്കുന്ന ക്രിസ്തുവിലുള്ള ഭാവിയെ, എൻ്റെ ഭാവിയെ ഞാൻ കാണുന്നു. അവൻ ക്രിസ്തുവിനോട് കൂടെ ഞാൻ എപ്പോഴും ആയിരിക്കുന്നത് കാണുന്നു. സ്വർഗ സിയോനിൽ അവനോട് കൂടെ ആയിരിക്കുന്നത് ഞാൻ കാണുന്നു. അങ്ങനെ വിശ്വാസ കണ്ണാൽ കാണുന്നവർ യോർദാനക്കരെ യോർദാനക്കരെ കാണുന്നു എൻ വാഗ്ദത്ത ദേശം ശോഭയായി വാഗ്ദത്ത ദേശം ശോഭയായി യോർദാൻ. സ്തോത്രം. യോർദാനക്കരെ കാണുന്നു എൻ്റെ വാഗ്ദത്ത ദേശം. ഹല്ലേലൂയ. രണ്ട്, ഈ പ്രത്യാശയുടെ പ്രത്യേകതയെക്കുറിച്ച് വീണ്ടും ശ്ലീഹ വെളിപ്പെടുത്തിയിട്ടുള്ളത് എബ്രായ ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം മാത്രം അത് കിട്ടാൽ മതി, ഞാൻ പറഞ്ഞു പോകാം. പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം. പ്രത്യാശയുള്ളവർക്ക് പൂർണ്ണ നിശ്ചയം ഉണ്ടാകും. വിട്ടുപിരിഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നത്? പണ്ട് സോളമൻ പറഞ്ഞു, സോളമൻ വിട്ടുപിരിഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നേ? സോളമൻ പറഞ്ഞു, ആർക്കറിയാം. പുതിയ നിയമത്തിൽ പുറമറ്റംകാര പുസ്തകം പഠിച്ചവര് അവൻ വിട്ടുപിരിഞ്ഞാൽ ആരോടുകൂടെ? സ്നേഹ പൗലോസിനോട് ചേർന്ന് നമ്മൾ പറയും, വിട്ടുപിരിഞ്ഞാൽ ആർക്കറിയാം എന്നല്ല, വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ. സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കരേറ്റാം. ഈ ജ്ഞാനിയായ ശലോമോൻ പഠിച്ച് അവസാനം ചെന്നിട്ട് പറഞ്ഞു, ആർക്കറിയാമെന്ന്. എന്നാൽ സ്തോത്രം, ജ്ഞാനിക്ക് മറഞ്ഞു നിന്നത് കൃപയാൽ ആമേൻ അജ്ഞാനികളായ ഭോഷത്വരായിരുന്ന നമുക്ക് കർത്താവ് വെളിപ്പെടുത്തി നൽകി. നമ്മളാരും പറയത്തില്ല ആർക്കറിയാമെന്ന്. എനിക്കറിയാമേ യേശുവിനോട് കൂടെ, എനിക്കറിയാമേ ക്രിസ്തുവിൽ മറഞ്ഞ്. സന്തോഷത്തോടെ ദൈവത്തിന്റെ മഹത്വം കരേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രത്യാശയുടെ ഫലം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത്? ഒന്ന്, ധൈര്യമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, ധൈര്യമുണ്ട്. ഇതൊക്കെ നിർത്തി വ്യാഖ്യാനിക്കേണ്ടതാണ്. ധൈര്യം. രക്ഷിക്കപ്പെട്ട ദൈവ പൈതല് ഈ വോൾട്ടേജ് കുറഞ്ഞ ലൈറ്റ് പോലല്ല. ഞായറാഴ്ച നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില നേരത്തെ എവിടെയെങ്കിലുമൊക്കെ ഈ ടച്ച് ചെയ്ത് കിടക്കുന്ന ലൈനൊക്കെ വരുമ്പോൾ വോൾട്ടേജ് എന്ത് ചെയ്യും? അതുകൊണ്ട് മിക്സിയും വർക്ക് ചെയ്യത്തില്ല, ഫാനും വർക്ക് ചെയ്യത്തില്ല. ആകെ നമ്മൾ ഒന്നീ കറണ്ട് ഉണ്ടെങ്കിൽ ഒരു സമാധാനം, ഇല്ലെങ്കിൽ നമുക്ക് പാളയെടുത്തെങ്കിലും വീശായിരുന്നു. ഇത് വീശാനും സമ്മതിക്കും. ഇത് രണ്ടും ഘട്ട പരുവത്തിൽ ഇങ്ങനെ വോൾട്ടേജ് പോയ ഒത്തിരി സഭകളുണ്ട്, വിശ്വാസിയുണ്ട്. അത് എങ്ങോട്ടെങ്ങാണ്ട് ടച്ച് ചെയ്തിട്ടുണ്ട്, അതാ ചോർന്നു പോവുക. സ്തോത്രം. നിന്റെ വോൾട്ടേജ് ചോർത്തുന്ന സകല ടച്ചിങ്ങും, ഹല്ലേലൂയ, ക്രൂശിന്റെ മൂർച്ചയുള്ള വചനം ഇന്ന് വെട്ടിക്കളയുന്ന പകലാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ധൈര്യം ഉണ്ടാകും, പ്രത്യാശയുണ്ടാകും. കൊരിന്ത്യർ ലേഖനം 13:13 പ്രത്യാശയുടെ സ്തോത്രം ആ അവസ്ഥയെക്കുറിച്ച് അത് നിലനിൽക്കുന്നതാണെന്ന് പരാമർശിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രത്യാശ നിലനിൽക്കുന്ന പ്രത്യാശയാണ്. തീത്തോസ് 2:12 നിർത്തി വായിക്കേണ്ടതാണ്. ഭാഗ്യകരമായ പ്രത്യാശയാണ്. കൊലോസ് ലേഖനം 1:23 ഇളകാത്ത സ്ഥിരതയുള്ള അടിസ്ഥാനമുള്ള പ്രത്യാശയാണ്. അങ്ങനെയുള്ള പ്രത്യാശയാണ് പുറമറ്റത്തുള്ള നമുക്ക് ക്രൂശിൻ്റെ വചനത്താൽ കർത്താവ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രത്യാശയോടെ വരുന്നൊരാഴ്ച മുഴുവനും ജീവിപ്പാൻ വലിയവനായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന വാക്കിനോടുകൂടെ എൻ്റെ പ്രബോധനത്തിന് കുത്തിടുന്നു.